വെൽക്കം ബാക്ക് ടു മാനോസ് കാർ വേൾഡ്. ഇറ്റ്സ് മീ മാനു പറ്റമൽ. ഇന്ന് 3 നല്ല ഉഗ്രൻ മാർക്കറ്റിൽ തന്നെ നിങ്ങളെല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന 3 വാഹനങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക്, അതേപോലെ തന്നെ എർട്ടിഗ ഡീസൽ, അതേപോലെ തന്നെ ബ്രസ ZX5 പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ഈ 3 വാഹനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത് തിരഞ്ഞെടുക്കാൻ തന്നെ, ഇത് ഒരു കോമ്പിയിൽ ഇത് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തേടി നടക്കുന്ന ഒരു വാഹനം തന്നെ ആവാം. ആദ്യമായിട്ട് ഞാൻ കാരൻസിൽ നിന്ന് തുടങ്ങാം. ഈ കിയ കാരൻസ് എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിലുള്ള പ്രത്യേകത ചെറിയൊരു കാറാണ്. സ്മോൾ ആൻഡ് ബിഗ് കാർ എന്ന് അതിന് പറയാം. അതായത് ചെറിയൊരു കാറാണെങ്കിലും സെൽഫ് ഡ്രൈവിങ്ങും 7 സീറ്ററും അനായാസമായി യാത്ര ചെയ്യാനും പറ്റുന്ന ഒരു വാഹനമാണ്. ഇതിൻ്റെ ബോഡി ക്വാളിറ്റി വളരെയധികം പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഇത് ശ്രദ്ധ നേടിയൊരു വാഹനമാണ്. കാരണം നമുക്കറിയാം, ഈ കാരൻസ് ഇറങ്ങുന്ന സമയത്ത് ഒരു പരസ്യം വന്നിരുന്നു, കാരൻസ് സ്റ്റാർട്ടിങ് 10 lakh, അതായത് 9,99,999 രൂപ എന്ന് പറഞ്ഞ കമ്പനി ആളുകളുടെ അറ്റൻഷൻ വാങ്ങാൻ വേണ്ടി, ശ്രദ്ധ വാങ്ങാൻ വേണ്ടി ഒരു പരസ്യം വന്നതായി നമ്മളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. പക്ഷേ ഒരിക്കലും അത് എക്സ് ഷോറൂം പ്രൈസാണ്. ആ വാഹനത്തിന് വരെ 15 ലക്ഷം രൂപ വരുന്നുണ്ട്. എങ്കിലും ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വാഹനത്തിന് അബൌട്ട് 24 lakh ആണ് ഇതിന് വരുന്നത്. ഈ വാഹനം എന്ന് പറഞ്ഞാൽ ലക്ഷറി പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ആക്സിഡൻറ്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് സർവീസാണ്. 60,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഈ വാഹനത്തിന് അണ്ടർ വാറണ്ടിയിലാണ് ഈ വാഹനം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡീസൽ ഓട്ടോമാറ്റിക് 7 സീറ്റർ വാഹനം ആർക്കും തന്നെ സുഖമായിട്ട് ഉപയോഗിക്കാനും, അതേപോലെ നമുക്ക് ഒതുങ്ങിയ ഒരു ബഡ്ജറ്റിൽ തന്നെ ഈ വാഹനം സ്വന്തമാക്കാനും പറ്റും. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് 100% ലോണും അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഈ വാഹനത്തിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 100% ലോണ്, കറക്റ്റ് കമ്പനി ഹിസ്റ്ററി, ആക്സിഡൻറ്റ്, ഫ്ലഡ് എഫക്റ്റഡ് മറ്റു കാര്യങ്ങളൊന്നും ഈ വാഹനത്തിലില്ല. അത് മാനൂസ് കാർ വേൾഡ് ഈ വാഹനത്തിനെ കുറിച്ച് നല്ല എല്ലാ വാഹനത്തിനും 100% ഗ്യാരണ്ടി പറയുന്നതാണ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വാഹനത്തിന് മേജർ ആക്സിഡൻറ്റ്, റീപ്ലേസ്മെൻറ്റ്, അതേപോലെ മറ്റ് കംപ്ലയിൻസ് ഒന്നുമില്ല ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അണ്ടർ വാറണ്ടിയിലാണ്. ഇതിൻ്റെ എല്ലാം പുറമെ മാനൂസ് കാർ വേൾഡ് 1 വർഷം വാറണ്ടി കൂടി നിങ്ങൾക്ക് തരുമ്പോൾ മാനൂസ് കാർ വേൾഡിൽ നിന്നും വാങ്ങുന്ന വാഹനങ്ങൾക്ക് തീർച്ചയായും ഒരു ഭയവും വേണ്ടതില്ല. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഒന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിന് മിറർ പോളിഷിൽ നിൽക്കുന്ന ഈ വാഹനത്തിന് നമുക്കറിയാം ഒരു കംപ്ലൈൻറ്റും, അതായത് ഒരു ടച്ചിങ് പോലും ഒന്നുമില്ല. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനം. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിൽ സെക്കൻഡ് ഓണർഷിപ്പിലായിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിന് ഏകദേശം വിത്തിൻ ഫ്യൂ മന്ത്സ്, ചെറിയ മാസങ്ങളായിട്ടുള്ളൂ ഇത് സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറിയിട്ട്. 4 പുതിയ ടയറുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡൻറ്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളൊന്നും ഈ വാഹനത്തില്ല. ടച്ചിങ് പോലും ഇല്ല. ഈ വാഹനത്തിൻ്റെ പ്രൈസ് ഞാൻ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇനി മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ എക്സ്റ്റീരിയർ എങ്ങനെയാണോ അതിലുപരി ഇതിൻ്റെ ഇൻറ്റീരിയർ, ഇതിൻ്റെ ഒരു ഡാഷ് ബിൽഡിംഗ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഡാഷിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ്, അതായത് നമുക്കിതിൽ എവിടെയാണോ ഇത് ശരിക്കും ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന വാഹനങ്ങൾക്ക് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ പുറമെ ഇത് നമുക്ക് ഒരു വാർണിംഗ് അലാമും കൂടി ഇത് തരുന്നുണ്ട്. അതായത് വാഹനങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ മോണിറ്ററിൽ നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ GPS അടക്കം ഇൻബിൽഡ് ആയിട്ടാണ് ഇപ്പോൾ പ്രീമിയം സെഗ്മെൻറ്റ് വാഹനങ്ങളിലെല്ലാം വരുന്നത്. ഇതിൻ്റെ ഡാഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ AC കൺട്രോളിൽ ഡാഷ് വളരെയധികം വൃത്തിയുള്ള നല്ല സൗന്ദര്യത്തിൽ ഉള്ളൊരു വാഹനമാണ്. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത, ഇത് 7 സീറ്ററാണ്. ഇതിൻ്റെ ബാക്ക് ലെയർ സീറ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് സിംഗിൾ സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് എന്താ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, സാധാരണ ഹെവി വാഹനങ്ങളെല്ലാം പനോരമിക് സൺറൂഫാണ് വരാറുള്ളത്. പക്ഷേ ഇതിന് സിംഗിൾ സൺറൂഫാണ് വന്നിട്ടുള്ളത്. ഈ വാഹനത്തിന് നല്ല കിയ കാരൻസ് ലക്ഷറി പ്ലസ് വാഹനങ്ങൾക്കെല്ലാം സിംഗിൾ സൺറൂഫാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കിലേക്കൊന്ന് നോക്കാം. പിന്നെ മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റെയർ എസിൻ്റെ, അതായത് വാഹനത്തിൻ്റെ കൂളിംഗ് മറ്റു കാര്യങ്ങൾ ഡിസ്പ്ലേ എല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരു സ്വിച്ചസോട് കൂടിയിട്ടുള്ള ഒരു പാനൽ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെയർ സീറ്റിൽ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അത് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രത്യേകത, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ AC, അതായത് എയർ രണ്ടും പ്യൂരിഫൈ ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. അത് നമുക്ക് ഇവിടെ കൈ വെച്ചാൽ അതിൻ്റെ ഇത് നമുക്ക് അറിയാൻ പറ്റും. പൊതുവെ ലക്ഷറി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടായിട്ടുള്ള യാത്രക്കും സുഖമായിട്ടുള്ള ഒരു ഇതിനും. മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ മൈലേജാണ്. ഇതിൻ്റെ മൈലേജ് നമ്മളെല്ലാം നെട്ടിക്കുന്നതാണ്. എല്ലാവരും 18 കിലോമീറ്റർ എല്ലാം മൈലേജ് പറയുന്നുണ്ടെങ്കിലും ഏകദേശം അതിൻ്റെ അടുത്ത് വരെ മൈലേജ് കിട്ടുമെന്നാണ് ഉപയോഗിച്ചവർ പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. ഏതായാലും നല്ലൊരു മൈലേജിലുള്ള വാഹനമാണ്. കാരണം ഡീസൽ ഓട്ടോമാറ്റിക്കും കൂടെയാണ്. വിദേശ നിർമ്മിതമായ കിയ കണ്ടു. ഇനി ഇത്ര ബഡ്ജറ്റിന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഡീസൽ വേണം, മാക്സിമം മൈലേജ് വേണം, 7 സീറ്റർ വേണം,
അതും നമ്മുടെ സ്വന്തം മാരുതിയുടെ ഇപ്പോൾ ലഭിക്കാത്ത, അതായത് മാരുതി ഒരിക്കലും ഇപ്പോൾ പുതിയ വാഹനങ്ങൾ ഇറക്കുന്നില്ല, ഇറക്കിയ വാഹനങ്ങൾക്ക് തന്നെ ഇന്ന് വമ്പൻ ഡിമാൻഡ് തന്നെ വരുന്ന ഡീസൽ വരുന്ന 2020 ഏറ്റവും ലാസ്റ്റ്, അതായത് 2020 കൂടി 2019 മാനുഫാക്ചറിങ് നിർത്തി കഴിഞ്ഞ് 2020 മാർച്ചോടുകൂടി ഡെലിവറി നിർത്തി കഴിഞ്ഞിട്ടുള്ളതാണ് മാരുതിയുടെ ഡീസൽ വാഹനങ്ങൾ. അതെല്ലാം നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിൽ ലാസ്റ്റിൽ വന്നിട്ടുള്ള 2019-20 ഡെലിവറി ചെയ്തിട്ടുള്ള ഒരു എർട്ടിക, ഈ വാഹനം VDI ആണ്. ആക്സിഡന്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളൊന്നും, വെറും 57,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ആക്സിഡന്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ടച്ചപ്പുകളും മാത്രം എല്ലാ വാഹനങ്ങൾക്കും, അതിനപ്പുറത്തേക്കോ ഒന്നുമില്ലാത്ത ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പാണ്. ഇത് ആക്സിഡന്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ഇന്റീരിയർ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതിന്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക തന്നെ ഒരു മോഡലാണ് എർട്ടിക വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എർട്ടികക്ക്, അതായത് പെട്രോൾ വരുന്ന വാഹനങ്ങളാണ്, പെട്രോൾ ആണെങ്കിൽ പോലും എർട്ടികക്ക് ഇന്നും നിരവധി ആരാധകരുണ്ട്, ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. നമ്മൾ മാരുതിയുടെ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് അവൈലബിൾ ആയിട്ട് എല്ലാ മുക്കിലും മൂലയിലും എന്ന് പറയുന്ന പോലെ എല്ലാ മെയിൻ ടൗണുകളിലും സ്മോൾ ടൗണുകളിലും ഇതിൻ്റെ സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ മാരുതി വാഹനങ്ങൾ ഇന്ന് കൂടുതൽ ആളുകൾ ഉപയോഗിക്കാൻ ധൈര്യപ്പെടുന്നത് തന്നെ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രൈസ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് മുമ്പ് ഈ വാഹനത്തിനും ഒരു 50,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. പ്രൈസ് ഞാൻ ലാസ്റ്റ് എല്ലാ വാഹനത്തിനും പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു രാജകുമാരനെ പരിചയപ്പെടുത്തി തരാം. അതായത് നമ്മുടെ മാരുതിയുടെ തന്നെ ബ്രസ, ജനമനസ്സുകളിൽ ഏറ്റവും ശ്രദ്ധ നേടിയ, അതായത് വിദേശ വാഹനങ്ങളോട് പോലും കിടപിടിക്കാൻ കഴിവുള്ള അത്രയും നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിലും ബോഡി ക്വാളിറ്റിയിലും ഭംഗിയിലും പെർഫോമൻസിലും ജനങ്ങൾക്ക് എന്നും ഇഷ്ടപ്പെട്ടുള്ള ഒരു വിറ്റാര ബ്രസയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതായത് ഇതിൻ്റെ ഗ്രാൻഡ് വിറ്റാരയിൽ വരുന്ന ഇത്രയും ഫുൾ ഓപ്ഷനിൽ വരുന്ന എല്ലാ ഓപ്ഷൻസും, അതായത് 360 ക്യാമറ മുതലുള്ള ഡാഷ് ഫിനിഷിംഗ് എല്ലാം ഈ വാഹനങ്ങളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എന്നാലോ ഗ്രാൻഡ് വിറ്റാരിൻ്റെ ഏകദേശം പകുതി എമൗണ്ട് മാത്രമേ ഇതിനുള്ളൂ. ഈ വാഹനം എന്ന് പറഞ്ഞാൽ വെറും 20,000 കിലോമീറ്റർ ഓടിയുള്ള കറക്റ്റ് കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന, അതും പ്രീമിയം ബ്ലാക്ക് കളറിൽ. നമുക്ക് അന്ന് അറിയാൻ പറ്റും വൈറ്റ്, ബ്ലൂ, ഗ്രേ, റെഡ് ആൻഡ് ബ്ലാക്ക് ഈ വാഹനങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ നിരത്തുകൾ നമുക്ക് ബ്രസ അവൈലബിൾ ആണ്. പക്ഷേ ഇന്ന് നമ്മൾ പുതിയ വാഹനങ്ങൾ ഇറങ്ങുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കൂടുതൽ വാഹനങ്ങളും ബ്ലാക്കിനോടാണ് ആളുകൾക്ക് താല്പര്യം. ഒരു കാലത്ത്, അതായത് എൻ്റെയൊക്കെ ഒരു ചെറുപ്രായത്തിൽ ബ്ലാക്ക് വാഹനങ്ങൾ, ഞാൻ കച്ചവടം, ചെറുപ്രായത്തിൽ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ കച്ചവടം തുടങ്ങി വരുന്ന സമയത്ത് ഈ ബ്ലാക്ക് വാഹനങ്ങൾക്ക് പൊതുവെ എൻക്വയറി വളരെ കുറവായിരുന്നു. അതായത് ചില ആളുകൾക്ക് നല്ല നല്ല കാര്യങ്ങൾക്ക്, അതായത് ഉപകാര്യങ്ങൾക്ക് പോകുമ്പോൾ ബ്ലാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന എല്ലാ വാഹനങ്ങളും, ഇന്ന് വരുന്ന ആളുകൾക്ക് ഒരു ബൈക്ക് മുതൽ കാറ് മുതൽ എല്ലാ വാഹനങ്ങളും ബ്ലാക്ക് ആവണം എന്നുള്ള ഒരു ഇന്നത്തെ യുവജനതയുടെ തന്നെ ഒരു ട്രെൻഡാണ്. ഒരു ബ്ലാക്ക് വിറ്റാര ബ്രസയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ വാഹനത്തിന് ഏകദേശം 15,50,000 രൂപ ഓൺ ദി റോഡ് പ്രൈസ് വരുന്നുണ്ട്. പക്ഷേ 65,000 രൂപ ഇതിൻ്റെ കമ്പനിയിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തിട്ട് വേറെ വലിയൊരു എമൗണ്ട് തന്നെ ഇതിന് വേറെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാഹനമാണ് ഇത്. ജസ്റ്റ് ഇതിൻ്റെ ബോഡി അതേപോലെ ഇൻറ്റീരിയർ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പോറൽ പോലും ഉണ്ടെങ്കിൽ നമുക്കിത് കാണാൻ പറ്റുന്നത് പോളിഷ് ചെയ്യുക മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി വന്ന അതേപോലെ തന്നെയാണ്. ഞാൻ സോറി, ഇതിൻ്റെ ഒരു ചെറിയ തെറ്റ് ഞാൻ നിങ്ങൾക്ക് തെറ്റിത്തരാം. ഞാൻ ഇതിൻ്റെ മോഡൽ ഓൾറെഡി പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ മോഡൽ 2024, ഏകദേശം വാഹനം ഇറങ്ങിയിട്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ന്യൂ ഇൻഷുറൻസ്, അതായത് ഇൻഷുറൻസ് ഇപ്പോൾ ഫുൾ കാർ ബമ്പർ ടു ബമ്പർ നമ്മൾ റിന്യൂവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഗ്രാൻഡ് വിറ്റാരയോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഡാഷാണ് ഇതിന് വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് ഒക്കെ ഏകദേശം മാരുതി അധിക വാഹനങ്ങൾ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങൾക്ക് ഒരേ സ്റ്റിയറിംഗും ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ മോണിറ്റർ ആയാലും. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഫോണിൽ നമ്മൾ അധികം ആളുകളും ഫോണ് നല്ല ഫോണായിരിക്കും, പക്ഷേ ചാർജർ നമ്മളെ കയ്യിൽ കൊണ്ടുപോകാൻ വളരെ പ്രയാസം. ആദ്യമൊക്കെ ആണെങ്കിൽ പോകുന്ന സമയത്ത് ഒരു ചാർജർ നമ്മളെ കയ്യിലുണ്ടാവും, അതേപോലെ പവർ ബാങ്ക് നമ്മളെ കയ്യിലുണ്ടാവും. ഇന്നുള്ള അധികം ആളുകളും ഇതേപോലത്തെ കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും തീർച്ചയായിട്ടും നമ്മൾ കൂടെ കരുതാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വാഹനങ്ങൾ വയർലെസ് ചാർജറുകൾ വരുന്നുണ്ട്. അത് വളരെയധികം നമുക്കൊരു യൂസ്ഫുൾ ആണ്. അതേപോലെ നമ്മൾ ഒരു ചെറിയ ഫാമിലിക്ക് ഒരു വലിയൊരു എമൗണ്ട് മുടക്കാതെ ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സൺറൂഫ് ആവശ്യം. കാരണം നമുക്കല്ല ആവശ്യം, നമ്മളെ കുട്ടികൾക്കാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ മാരുതി ഇപ്പോൾ വരുന്ന ബ്രസകൾക്കെല്ലാം ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾ സൺറൂഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സൺറൂഫ് അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നീറ്റാണ്, ഒരു ഇതായിട്ടില്ല. കാരണം 20,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വാഹനത്തിൻ്റെ ഇപ്പോൾ മൈലേജ് ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്നത് 18.3 പെർ ലിറ്റർ ആണ് കാണിക്കുന്നത്. ഇത് എത്രത്തോളം ഇതിന് അവൈലബിൾ ആണെന്നുള്ളത് അറിയില്ല. എങ്കിലും ഞാൻ ഈ വാഹനത്തെ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ, നിങ്ങൾ വാങ്ങുന്ന പ്രൈസിനുള്ള എല്ലാ ഫങ്ഷൻസും ഈ വാഹനത്തിലുണ്ട്.
ഓക്കെ, അപ്പോൾ ഇനി ഈ 3 വാഹനങ്ങളുടെ കുറിച്ചുള്ള വില മറ്റു കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ 3 വാഹനങ്ങളുടെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഇത് 2022 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ, ആക്സിഡൻറ്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വെറും 60,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ട് അണ്ടർ വാറണ്ടിയിൽ കിടക്കുന്ന ഈ വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 16,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇതിന് ഏകദേശം നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ ഫുൾ ലോണും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇത് 2020 ഡെലിവറി ചെയ്തിട്ടുള്ള 2019 മാനുഫാക്ചറിങ് വന്നിട്ടുള്ള എർട്ടിഗ ഡീസൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന VDI ഓപ്ഷൻ. ഈ വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 10,30,000 രൂപയ്ക്ക് ഫൈനലായിട്ട് ഇതിൽ കൊടുക്കാൻ പറ്റും. ഇതിന് നമുക്ക് ഒരു 50,000 രൂപ കഴിച്ചിട്ടുള്ള ഇതിന് നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് വെച്ചാൽ ശരിക്കും ഈ വാഹനത്തിനൊക്കെ ഫുൾ ലോൺ അവൈലബിൾ ആണ്. ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 10 ലക്ഷത്തിൻ്റെ മുകളിൽ ലോൺ അവൈലബിൾ ആവണമെങ്കിൽ നമ്മൾ എലിജിബിലിറ്റി കുറച്ച് കൂടേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ 10 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് ലോൺ വേണമെങ്കിൽ അത് സെൻട്രൽ അപ്രൂവൽ വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു എമൗണ്ട് കുറച്ചിട്ട് നിങ്ങളോട് പറയുന്നത്. ഏകദേശം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഈ വാഹനങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് 100% ലോണും ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാജകുമാരൻ, ഇത് 2024 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 360 ക്യാമറ അടക്കം എല്ലാ 360 ക്യാമറ, അതേപോലെ സൺറൂഫ് വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം വരുന്ന ഈ പ്രീമിയം ബ്ലാക്കിൽ വരുന്ന ഈ വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 12,40,000 രൂപയ്ക്ക് ലാസ്റ്റ് പ്രൈസിന് നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇതിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഏകദേശം ഫുൾ ലോണും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വാഹനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, വീഡിയോസ്, ഫോട്ടോസ്, മറ്റു കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഓഫീസ് നമ്പറായ 9188551234 എന്ന ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Once again, it's been Manu Patel from Manu's Car World.